നമസ്കാരം. തെക്കുവടക്ക് ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന സർവേകളെ കുറിച്ചാണ്. ആദ്യത്തെ സർവേ ഇലക്ഷൻ പ്രഖ്യാപിച്ച് വന്ന ABP സർവേയിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ എന്ന് പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മലയാള മനോരമ സർവേ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം UDF ഒരു സ്വീപ്പ് പോലെയാണ് അവർ പ്രവചിക്കുന്നത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് അവർ പറഞ്ഞത്. സർവേകൾ പലപ്പോഴും ഇന്നത്തെ സർവേകൾ, മീഡിയ സർവേകൾ അല്ലെങ്കിൽ ഏജൻസികളുടെ സർവേകൾ ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതിനൊരു കാരണം സർവേകളുടെ മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻസ് ആണ്. ഈ ഇന്ത്യയിലെ ഈ സെഫോളജി സർവേ തുടങ്ങി വെച്ച പ്രണയ് റോയ് പോലുള്ളവർ, രാജീവ് ഗാന്ധിയാണ് അവരെ കൊണ്ടുവന്നത്. ഒരു മോഡേണൈസേഷൻ ഇന്ത്യൻ ഇലക്ഷൻ പ്രോസസ്സിന് ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് അമേരിക്കൻ ഓറിയൻറ്റേഷൻ പോലെ കൊണ്ടുവന്നത് എന്ന് പറയുന്നു. പ്രണയ് റോയ് ലണ്ടൻ എഡ്യൂക്കേറ്റഡ് അക്കാഡമിക്കാണ്. പക്ഷേ മനോരമയുടെ ഇപ്പോൾ സർവേ ചെയ്യുന്ന ശ്രീ യശ്വന്ത് ദേശ്മുഖ് എൻ്റെ ജൂനിയറാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ. അദ്ദേഹത്തെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഒരു മുതിർന്ന RSS ഫാമിലിയിൽ നിന്നാണ്. നാനാജി ദേശ്മുഖിൻ്റെ നെബ്യൂ ആണ്. അദ്ദേഹം ഇത് തുടങ്ങിയത് ജെയിൻ TV, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജെയിൻ TV ഉള്ള സമയത്ത്, അതായത് ഡോക്ടർ ജെയിൻ്റെ TV നടക്കുന്ന സമയത്ത് ആണ് അദ്ദേഹത്തെ നാഷണൽ ലെവലിലേക്ക് അവർ കൊണ്ടുവന്നത്. അതിനൊരു കാരണം ഇതാണ്. അതായത് സർവേ നടത്തുമ്പോൾ നിങ്ങളുടെ ഓറിയൻറ്റേഷൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെയും അല്ലാതെ ഉള്ള ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് ഒരു മൂഡ് ഉണ്ടാക്കാനെങ്കിലും കഴിയും. പക്ഷേ ഇന്ന് ഇത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 10, 25, 30 കൊല്ലത്തെ കൊണ്ട് ആ പ്രോസസ്സ് തന്നെ എക്സ്പോസ്ഡായി. ഇപ്പോൾ എന്നിട്ടും ആൾക്കാർ ഇപ്പോഴും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇതൊരു പാസിംഗ് ഫേസ് ആയിട്ട്, അല്ലെങ്കിൽ മീഡിയയുടെ ഒരു വേറൊരു ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ വേറൊരു മുഖമായിട്ട് എടുക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ദാമോദർ, എന്താണ് തോന്നുന്നത്? ഈ പൊതുവെ ഇത്തരം സർവേകൾ നടത്തുന്നത് ജനങ്ങളുടെ മൂഡ് അറിയാൻ വേണ്ടിയാണ് എന്നാണ് പറയാറുള്ളത്. എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? അത് സയൻറ്റിഫിക് ആയിട്ട് സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ എംപിരിക്കൽ സർവേകളൊക്കെ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് സർവേകളൊക്കെ ചെയ്തിട്ടാണ് സാധാരണ ഇൻ്റർനാഷണലി ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെയുള്ള അനുമാനത്തിലേക്ക് വരുന്നത്. കോർപ്പറേറ്റ് സെക്ടറിൽ ഇപ്പോഴും മാർക്കറ്റിംഗ് സർവേകളൊക്കെ വളരെ കൃത്യമായി അവരെ പല കാര്യങ്ങളും അളക്കാറുണ്ട് ജനങ്ങളുടെ സ്വഭാവത്തെ പറ്റി. മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഞാൻ കേട്ടിടത്തോളം ഫേസ്ബുക്കാണ് നമ്മളുടെ സൈക്കോസോമാറ്റിക് പ്രൊഫൈൽ അളക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പല ഏജൻസികളും ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു വർഷത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇയാളുടെ പൊളിറ്റിക്കൽ, സോഷ്യൽ ഓറിയൻറ്റേഷൻസ് ഒക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ദാമോദർ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ഇലക്ഷൻ സർവേകൾക്ക് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? കാരണം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീ പോൾ സർവേ കുറിച്ചാണ്, എക്സിറ്റ് പോൾ അല്ല. പ്രീ പോൾ സർവേ നമ്മൾ സമീപകാലമായിട്ട് കാണുന്നത് മുഴുവൻ ഈ പ്രീ പോൾ സർവേ എല്ലാം പരാജയപ്പെടുന്നതാണ്. നാഷണൽ ലെവൽ പലപ്പോഴും പ്രീ പോൾ സർവേ വളരെ ബോധപൂർവ്വം തന്നെ മോഡിക്കും NDAക്കും വലിയ അവരുടെ അവകാശവാദങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രീ പോൾ റിസൾട്ട് ഉണ്ടാക്കുകയും അതൊക്കെ തന്നെ റിസൾട്ടിന് ശേഷം പ്രത്യേകിച്ച് നമ്മൾ 2024 കണ്ടതാണ്. പ്രീ പോൾ സർവേകളെല്ലാം പരാജയപ്പെടുകയും കോൺഗ്രസിനും UPAക്ക് അത്യാവശ്യം സീറ്റുകൾ നേടുകയും BJPയുടെ അവകാശവാദം വളരെ പൊളിഞ്ഞു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല, ഇപ്പോൾ ഫൈസാബാദ് പോലെ സ്ഥലത്ത് എന്താ പറയുക, BJP ഇന്ന് UPAയുടെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്ന, അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ പ്രകടമായത് കഴിഞ്ഞ ലോക്സഭയിൽ. ആ സമയത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ പ്രീ പോൾ സർവേ വളരെ അതിനൊരു വസ്തുതാപരമായി ശരിയില്ലെന്നും അത് വളരെ ആസൂത്രിതമായിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൂളായി മാറുന്നു. പ്രീ പോൾ സർവേ പലപ്പോഴും പൊളിറ്റിക്കൽ ടൂളായി മാറുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മേധാവിത്വമുള്ള പാർട്ടിയുടെ ഒരു വിമർശനവും ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇപ്പോഴും
ഈ പ്രീ പോൾ സർവേ ഞാൻ വളരെ സ്കെപ്റ്റിക്കലാണ്. ഈ പ്രീ പോൾ സർവേ പലപ്പോഴും പൊളിറ്റിക്കൽ ടൂളാണ് ക്യാമ്പയിന്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണണമെന്നില്ല. പക്ഷേ പല ഉദാഹരണത്തിന് ഒരു ചാനൽ നടത്തുന്ന ചാനൽ സർവേ എന്ന് പറയുന്നത് ഓൺലൈനിലെ സർവേയാണ്. അത് ഓൺലൈനിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ സബ്സ്ക്രൈബേഴ്സ്, അതിന് ബഹുഭൂരിപക്ഷം ഈ പ്രവാസികളൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്, അവരോടൊന്നും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അത് വെച്ച് മാനദണ്ഡം വെച്ച് അവരൊരു ഒരു മാർജിൻ എന്താ കണ്ടെത്തി അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കി അവരെന്ത് ചെയ്യുന്നു, അവർ ഒരു പാർട്ടിക്കോ ഒരു മുന്നണിക്കോ മേൽക്കൈ കൊടുക്കും. മറ്റൊരു ഒരു ചാനൽ മാർക്കറ്റിംഗ് സർവേ നിന്ന് തുലം വ്യത്യസ്തമാണ് പൊളിറ്റിക്കൽ സർവേസ്. അപ്പോൾ അതിന്ന് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഉപയോഗവും അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതുപോലുള്ള കൺസ്യൂമർ ബിഹേവിയർ കണ്ടുപിടിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. കാര്യം പൊളിറ്റിക്സിലേക്ക് ഒരു മലയാളി അതിനെക്കുറിച്ച് പറയാൻ വിമുഖനായിരിക്കും. ആർക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അതിനെ പ്രതികരിക്കുക എന്ന് പറയുന്നൊരു വിമുഖത പൊതുവിൽ കാണിക്കും. അപ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല. കൺസ്യൂമർ ഒരു കാര്യം മനസ്സിലാക്കാൻ കുറച്ചുകൂടി തുറന്ന് സംസാരിക്കുന്ന ഒരു മലയാളി ആയിരിക്കില്ല രാഷ്ട്രീയ കാര്യം വരുമ്പോൾ പറയാം. അപ്പോൾ അതിൽ തന്നെ കുറേ തെറ്റുകളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ മറ്റൊരു ചാനലിൻ്റെ ഇതൊക്കെ തന്നെ അത് തീർത്ത് വ്യത്യസ്തമായിട്ട് UDF മേൽക്കൈ കൊടുക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ സംശയാസ്പദമായിട്ട് തന്നെ കാണണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ചാനൽ സർവേ സമയം ചാനലിൻ്റെ ഉദ്ദേശശുദ്ധികളൊന്നും ഞാൻ ചോദിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ സ്കെപ്റ്റിക്കൽ ആയിരിക്കണം എന്നാണ്. കാരണം രണ്ട് കാര്യങ്ങൾ സാർ. ഒന്ന് സർവേ സംബന്ധിച്ചുള്ള രണ്ട് കാര്യം, ഒന്ന് സാമ്പിളിങ്ങും പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത് രണ്ടിൻ്റെയും മെത്തഡോളജി നമുക്ക് പലപ്പോഴും റിവീൽഡ് അല്ല. ഇവർ പറയും ഞങ്ങൾ ഇത്ര ഒരു 8,000 പേരുടെ സാമ്പിൾ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് ആ സാമ്പിളിംഗ് തന്നെ പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ പരിഗണിക്കപ്പെട്ട സാമ്പിളിങ്ങിൽ ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, അർബൻ, റൂറൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന സാമ്പിളിംഗ് ഒരുപാട് ഘടകങ്ങൾ ഇതൊക്കെ പരിഗണിക്കപ്പെട്ടുള്ള ഒരു സാമ്പിളിംഗ് എന്നുള്ള കാര്യം വ്യക്തമല്ല. രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യനെയർ ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഒരിക്കലും പൊളിറ്റിക്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പരാജയപ്പെടും. അത് ചോദിക്കാനും പാടില്ല. ലീഡിങ് ക്വസ്റ്റ്യൻസ് പാടില്ല. ഇൻഡയറക്ട്ലി വേറെ രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുക. കാര്യം അത് നേരിട്ട് അഭിസംബോധന ചെയ്യാതെ ഇൻഡയറക്റ്റ് മെഷർ ചെയ്യും. ഇവിടെ പോയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോ അതോ VD സതീശനെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ ആ ചോദ്യം തെറ്റായ ചോദ്യമാണ്. അങ്ങനെ ചോദ്യത്തെ ഒരിക്കലും ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളതല്ല. കാര്യം വളരെ പരോക്ഷമായി വേറെ രീതിയിൽ മെഷർ ചെയ്യാവുന്നതാണ് ഈ ഇതിൻ്റെ മെത്തഡോളജിനെ അങ്ങനെ പറയുന്നത്. ഇവരുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പോലും നമുക്ക് യഥാർത്ഥം ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് പോലും അല്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു സുതാര്യത കുറവുണ്ട് ഈ ഏജൻസികൾ നടത്തുന്ന ഇതിനെക്കുറിച്ച് സുതാര്യമുണ്ട്. പക്ഷേ ചാനലുകൾ നടത്തുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ സമയമാണ്, വ്യൂവർഷിപ്പ് എൻഷുർ ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു ചാനൽ സർവേ നടത്തി അതിന് ഇത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഈ മത്സരം ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബെറ്റ് ചെയ്യാനൊക്കെ പോലെ ഇപ്പോൾ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ നമ്മൾ ബെറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പ്രവണത പോലെ തന്നെ ഈ കേരളത്തിൽ മത്സരം നടക്കും. മലയാളികൾക്ക് ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ജനതയാണ് മലയാളി. അപ്പോൾ ഇത് കണ്ട് ആർക്കാണ് മേൽപ്പി കിട്ടുക, അപ്പോൾ പാലക്കാട് ഇന്ന മണ്ഡലത്തിൽ ആര് ജയിക്കും, കാസർഗോഡ് ഇന്ന മണ്ഡലത്തിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് അവരുടെ വീടിനകത്തും സുഹൃത്തുക്കളും രാഷ്ട്രീയ ഓഫീസിലൊക്കെ തന്നെ ഈ കാര്യം ചർച്ച ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷയുടെ ഓളം ഉണ്ട് ഇതായി ബന്ധപ്പെട്ട്. ആ ഓളത്തിന് ചാനലുകളെ സംബന്ധിച്ച് നല്ല പ്രേക്ഷകരെ കിട്ടും, അവർക്ക് അതിനവരുടെ റേറ്റിംഗ് വർദ്ധിക്കും. അതുകൊണ്ട് അവരൊരു ഇലക്ഷൻ്റെ മറ്റ് പ്രോഗ്രാമുകൾ പോലെ ഒരു പ്രോഗ്രാമായിട്ട് മാത്രം നമുക്കൊരു കൗതുകം ഉണർത്തുന്ന ചില താല്പര്യം. അതിൻ്റെ അകത്ത് ഒരു വസ്തുതാപരമായിട്ടോ അതൊരു ശൈലിയിലേക്ക് ചൂണ്ടിക്കാണിക്കില്ല. മാത്രമല്ല എല്ലാത്തിലും അവർ കവിയിട്ടുള്ളവർക്ക് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുതയല്ല, ഇങ്ങനെയൊന്നും ആയിരിക്കും അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രീ പോളെ സംബന്ധിച്ചുള്ള നമുക്ക് ഈ അവ്യക്തത കൊണ്ട് പൂർണ്ണമായിട്ടൊന്നല്ല, നമുക്ക് വളരെ അത് വിശ്വസിക്കാൻ തീരെ പറ്റില്ല തന്നെയാണ് എടുക്കുക. പക്ഷെ ഒരു കൗതുകം നിലയ്ക്ക് നമുക്ക് അതിന് മനസ്സിലാക്കാം എങ്ങനെയാണെന്നൊക്കെ തരത്തിൽ മനസ്സിലാക്കാം. ആ ചാനലിൻ്റെ രാഷ്ട്രീയം എന്താണ്, ആ ചാനൽ എങ്ങനെയാണ് ഇതിനെ കാണുന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത് എക്സിറ്റ് പോൾ പക്ഷേ ഇങ്ങനെ ആവണമെന്നില്ല. എക്സിറ്റ് പോൾ കുറച്ചും കൂടി കോൺക്രീറ്റ് ആയിട്ട് ചിലപ്പോൾ പോകാനൊക്കെ പറ്റിയിരിക്കും. അത് കേരളത്തിൽ എക്സിറ്റ് പോളിൻ്റെ സാധ്യത കാര്യം ഇലക്ഷൻ കേരളത്തിൽ മാത്രമേ എക്സിറ്റ് പോൾ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാത്രമാണ് എക്സിറ്റ് പോൾ നടക്കാൻ പറ്റുന്നതുകൊണ്ട് കേരളത്തിൽ എക്സിറ്റ് പോളും നടക്കാനുള്ള സാധ്യത കുറവായിരിക്കെങ്കിലും പല ഏജൻസികളും പോയി നടത്തുന്നുണ്ടാവും. കാര്യം എല്ലാ ഇലക്ഷനും കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവില്ല സാർ. ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട് റിസൾട്ടായിട്ട്. നാഷണൽ റിസൾട്ട് മൊത്തത്തിൽ റിസൾട്ട് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ചാനലുകൾക്ക് എന്തെങ്കിലും കാണിക്കാനുള്ള ഒരു അവസരമായിരിക്കും. എന്തായാലും ഈ സർവേകൾ നമുക്ക് അങ്ങനത്തെ ഒരു പിന്നെ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോളം പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വേവ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നതിൽ LDF അനുകൂലമായിട്ടോ അല്ലെങ്കിൽ LDF വിരുദ്ധമായിട്ടോ UDF അനുകൂലമായിട്ടോ അങ്ങനെ ഒരു തരംഗമൊന്നും നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണാനില്ല. അതായത് ഒരു സർക്കാരിൻ്റെ ഭരണവിരോധ വികാരം ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് ഭരണവിരോധ വികാരം അലയടിക്കുകയും സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ട്രെൻഡ്. അതുപോലത്തെ പ്രതിപക്ഷത്തിനെതിരെ നമ്മൾ കാണും, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് ഒരു വലിയ അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ മത്സരങ്ങളൊക്കെ പരസ്യം നടക്കുന്നുണ്ട്.
അപ്പൊ ഒരു കൃത്യതയില്ലാത്ത കാര്യം റിസൾട്ടിനെ കുറിച്ചുള്ള സംശയങ്ങൾ നൽകുന്ന ആൾക്കാർക്ക് പലതും. അതുകൊണ്ട് ആ ഊഹാപോഹത്തിനിടയിൽ ഇങ്ങനെയൊക്കെ പലതരം വിധി പ്രഖ്യാപിക്കുക എളുപ്പമാണ്. കാരണം അതിന് കാരണം കേരളത്തിൽ അങ്ങനെ പ്രത്യക്ഷമായ രീതിയിൽ നമ്മൾ കാണുന്ന രീതിയിൽ ഒരു തരംഗം ആഞ്ഞു വീശുന്നില്ല. അതായത് ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിന് എതിരെയോ ഗവൺമെന്റിന് അനുകൂലമായിട്ടൊരു തരംഗം ആ നിലയ്ക്ക് ആഞ്ഞു വീശാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയാന്ന് പറയാം. കാര്യം ഒരു തിരുത്തലിന് വേണ്ടി പറയാനില്ല. അപ്പൊ നമുക്ക് ഇത്തരം ഒരു അന്തരീക്ഷത്തെ കൊണ്ട് ആൾക്കാർക്ക് ഊഹിക്കാനുള്ള അവസരം വളരെ കൂടുതലാണ്. ഉണ്ട് ചാനലുകൾ അവരുടെ ഒരു താല്പര്യം അവരുടെ കണക്ക് കൂട്ടിലൊക്കെ വെച്ചിട്ട് ഇന്ന ആൾക്ക് മേൽക്കൈ. ഇപ്പൊ മലബാറിന്റെ കാര്യം പറയുമ്പോൾ കാസർഗോഡും കണ്ണൂരും സീറ്റ് കുറയുമെന്ന് പറയുന്നുണ്ട്. ഇനി മലബാർ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മലബാർ പിന്നെ അവശേഷിക്കുന്നത് കണ്ണൂരും അല്ല കോഴിക്കോടും മലപ്പുറം. ഈ കോഴിക്കോടും മലപ്പുറം വെച്ചിട്ട് UDF മേൽക്കൈ കിട്ടുമെന്ന് പറയാൻ പറ്റും. കാര്യം ഈ 4 ജില്ലയിൽ 2 ജില്ല LDF കൂടെ നിൽക്കുകയാണെങ്കിൽ മറ്റ് 2 ജില്ല വെച്ചുകൊണ്ട് മൊത്തം സീറ്റിൽ എങ്ങനെ UDF മേൽക്കൈ കിട്ടുന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുക എന്നുള്ള അനുമാനത്തിലേക്ക് എത്താനുള്ള എനിക്ക് തോന്നുന്നത് അത് കേരളത്തിന്റെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്. അതായത് കേരളത്തില് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടത് ഞാൻ കേട്ടത് 3 മുതൽ 5% വരെ ഏതെങ്കിലും ഗ്രൂപ്പിന് കൂടുതൽ വോട്ട് കിട്ടുവാണെങ്കിൽ അവർ അധികാരത്തിൽ വരും. അത് 3 മുതൽ 5% 2,70,00,000 പേരുടെ 70 ലക്ഷം വോട്ടേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്കൊരു 27 lakhs പോലും ഇല്ല. അതായത് വളരെ കുറഞ്ഞ് 10-15 ലക്ഷം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒരു മുന്നണി അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എത്ര സൂക്ഷ്മമായി സർവേ നടത്തിയാലും ഈ ഫ്ലോട്ടിങ്, അതായത് 3% ആൾക്കാരെ എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ 5% ആൾക്കാരെ എങ്ങനെ ചിന്തിക്കുന്നു, അവരെ എങ്ങനെ തേടിപ്പിടിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ അതായത് ഏത് സാമൂഹ്യ ശാസ്ത്രജ്ഞനും ഏത് സർവേക്കാരനും ഒരു പ്രശ്നമല്ലേ? അതെ, പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചു. ഉദാഹരണത്തിന് യുദ്ധം നടക്കുന്നതുകൊണ്ട് ഈ പ്രവാസികൾ കേരളത്തിൽ വന്ന് വോട്ട് ചെയ്ത് പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ മടങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം മലബാർ ഭാഗത്തു നിന്ന് ഒരുപാട് വോട്ട് അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരുന്നു, വോട്ട് ചെയ്യുന്നു, മടങ്ങി പോകുന്നു. ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഫ്ലൈറ്റിൻ്റെ ഒരു തടസ്സം ഉള്ളതുകൊണ്ട് അത്തരം വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. അത് പലരും ചൂണ്ടിക്കാണ്. അത്രയും വോട്ടുകൾ കുറഞ്ഞാൽ നമ്മുടെ പല മണ്ഡലങ്ങളിലും 2000 ഒക്കെ വോട്ടിനാണ് ജയിച്ചു വരുന്നത്. അപ്പോൾ ഈ വോട്ട് കുറയുന്നു പറയുന്നത് ഒരുപക്ഷെ ഇലക്ഷനിലെ ആ വോട്ട് കിട്ടാൻ സാധ്യത മുന്നണിക്കും പാർട്ടിക്കും ഒരു ആശങ്ക ഉയർത്തുന്നതാണ്. കാര്യം ഈ പ്രവാസികളെ വന്നുപോയി ചെയ്യുന്ന വോട്ട് ചില മണ്ഡലങ്ങളിൽ വളരെയധികം ഉണ്ട്. അപ്പോൾ ആ വോട്ട് കിട്ടുന്ന മുന്നണി ഏതാണോ ഏത് പാർട്ടിയാണോ അവരെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണത്. പക്ഷെ അത് കേരളത്തിൽ പൊതുവായിട്ട് ട്രെൻഡാണ്. അപ്പോൾ അത് നമ്മൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഈ സർവേയിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇവർ നോക്കുമ്പോൾ കേരളത്തിൽ പുതിയ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുള്ള കാര്യം സാറിന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ന്യൂജൻ വോട്ടർമാർ അവരെങ്ങനെയാണ് അവർ ചിലപ്പോൾ സ്വിംഗ് ഫാക്ടർ ആയിക്കൂടെന്നില്ലല്ലോ. ആ ന്യൂജൻ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും എന്നുള്ള കുറിച്ചൊരു ധാരണ ആർക്കും ഇല്ല. കാര്യം ഒരു അരാഷ്ട്രീയമായിട്ട് ന്യൂജൻ വോട്ടേഴ്സ് ഇതുവരെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അവർ വലിയ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ മറ്റു കോളേജിലോ പഠിക്കുന്നവർ ഈ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ പഠിക്കുന്ന നമുക്കറിയാം SFI ആണോ KSU എന്നൊക്കെ അറിയാനുള്ള സാധ്യത. ഇപ്പോൾ അതല്ല. ഈ വലിയ ഭാഗം ഈ നോൺ പൊളിറ്റിക്കലായിട്ട് ക്യാമ്പസുകൾ പഠിക്കുന്നവരാണ്. അവർക്ക് പ്രാവശ്യം അവരെ കന്നി വോട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അവരെങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് വലിയ ഫാക്ടറാണ്. അവരുടെ ചെറിയ വോട്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതാണ്. അതിനെക്കുറിച്ചൊരു നിഗമനമൊന്നും നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കാണാത്ത പല ഫാക്ടേഴ്സും ചെറിയ ഫാക്ടേഴ്സ് ആയിരിക്കും. ആ ചെറിയത് പക്ഷേ ഈ നേരത്തെ ചോദിച്ച പോലെ ഒരു 3% മാറ്റമാണ് മുന്നണി ആര് വരണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ വോട്ട് സബ്സ്റ്റാൻഷ്യലായി മാറും. കുറച്ച് വോട്ട് മതി എങ്ങോട്ടും മാറാൻ. ഒരു ബൂത്തിൽ ചെറിയ വോട്ട് മതി ആ വോട്ടിൽ ആ ബൂത്തിൻ്റെ സ്ഥാനം തിരിക്കാൻ. അങ്ങനെ ഈ കളക്റ്റീവായിട്ട് വരുമ്പോൾ ആ മാറ്റം. അപ്പോൾ ഈ ന്യൂജൻ എന്ന് വിളിക്കുന്ന ജൻസിയുടെ വോട്ട് എന്തായിരിക്കും, അവരെങ്ങനെ പ്രതികരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഏറെക്കൂടെ അവ്യക്തത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എടുത്താൽ ഏത് സർവേ എത്ര കൃത്യമായി നടത്തുന്ന സർവേക്കാരനും ഒരു പ്രഹേളികയായിട്ട് കേരളം നിൽക്കുന്നു. അതിന് കാരണം ഇതുപോലെ പോളറൈസ് പൊളിറ്റിക്സും പിന്നെ ഇങ്ങനെ സ്വന്തമായി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് വോട്ട്സ് 3 മുതൽ 5% എന്നുള്ള ഒരു വസ്തുതയാണ്.